അവൻ അവളുടെ കയ്യിലേക്ക് ഒരു എൻവലപ്പ് വെച്ചു കൊടുത്തു. അവൾ ഞെട്ടി അവനെ നോക്കി. ആദു, രുദ്രേട്ട, ഇത്? രുദ്രൻ, എന്ത്? ആദു, ഇത് 2 കുളുമാണിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലേ? ഇത് എന്തിനാ എനിക്ക്? രുദ്രൻ, ഡി, നീ പൊട്ടിയാണോ? ആദു, എന്തേ? രുദ്രൻ അവളുടെ ഇടുപ്പിലൂടെ മുറുകെ അടുത്തേക്ക് വലിച്ചു. അവളുടെ നെറ്റി മുട്ടിച്ച് മൂക്കുകൾ തമ്മിൽ ഉരസി. രുദ്ര, ഡി, യക്ഷിപ്പെണ്ണെ, നാളെ നമ്മൾ ഹണിമൂണിന് പോകുന്നു, മണാലിയിൽ. റിയലി? രുദ്രൻ, യാ. ട്രിപ്പ് നാളെ എന്ന് പറയുമ്പോൾ പാക്ക് ചെയ്യണ്ടേ? ഞാൻ ഇന്നലെ രാത്രിയെ ചെയ്തു വെച്ചു, നീ ഉറങ്ങിക്കിടന്നപ്പോൾ. ആദു, കള്ളക്കാലൻ, അവരോടൊക്കെ പറയണ്ടേ? രുദ്രൻ, പറഞ്ഞടി പൊട്ടി. എന്നോട് മാത്രം പറഞ്ഞില്ല ഈ കള്ളൻ കാലൻ. അവൾ പിണങ്ങി കൊച്ചു കുട്ടികളെപ്പോലെ തിരിഞ്ഞു നിന്നു. രുദ്രൻ അവളെ പുറകിൽ നിന്ന് പുണർന്ന് അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ടു. അവളുടെ 2 സൈഡിലും കൈ കുത്തി നിന്നു. രുദ്രൻ, എന്തേ? എൻ്റെ യക്ഷിപ്പെണ്ണിനെ പിണക്കമാണോ? അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ചോദിച്ചു. അവൾ ഒരു മറുപടിയും പറഞ്ഞില്ല. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ മീശ വിരിച്ച് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഹേ പെണ്ണിന് നോ മൈൻഡ്. അവൾ അവൻ്റെ മുഖം കുനിച്ച് അവളുടെ കവിളിൽ അമർത്തി കടിച്ചുകൊണ്ട് നുണഞ്ഞു. അവൾ ഒന്ന് വേങ്ങിപ്പോയി. അവൾ അവൻ്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. അവൻ അവളുടെ കവിളിൽ നുണക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചു. അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവൻ്റെ ചുണ്ടുകൾ അവളോടത്തിൽ ചേർക്കാൻ പോയതും അവൾ അവനെ തള്ളി മാറ്റി ചിരിച്ചു. രുദ്ര, ഡി യക്ഷിപ്പെണ്ണേ, അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ച് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. എന്താടാ കാല? ഡി, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിന്നെ മതിവരാത്തോളം സ്നേഹിക്കണം. എന്തോ നിന്നിൽ ഞാൻ അടിമപ്പെട്ടു പോയി യക്ഷിപ്പെണ്ണേ. നിന്റെ ചുണ്ടിൽ വിരിയുന്ന ഈ പുഞ്ചിരി ഉണ്ടല്ലോ, എന്നെ വേറെ ഏതോ മായാലോകത്തിലാക്കുന്നു. എന്താടി നിനക്ക് ഇത്ര പ്രത്യേകത പെണ്ണേ? അത് അറിയില്ല രുദ്രൻ ട്ടാ. ഈ കള്ളക്കാരന് വേണ്ടി മാത്രം ജനിച്ച പെണ്ണാണ് ഞാൻ. രുദ്രൻ, പ്രണയവും ദേഷ്യവും വാത്സല്യവും എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഈ കള്ളക്കാലൻ്റെ ഇടനെഞ്ച് തുടിക്കുന്നത് ഈ യക്ഷിപ്പെണ്ണിന് വേണ്ടിയാ. ഈ ജന്മം, ഇനിയുള്ള ജന്മം ഈ രുദ്രൻ്റെ പെണ്ണായി ജനിക്കുന്നതാണ് ഈ ആദുവിൻ്റെ പ്രത്യേകത. പെണ്ണേ, നിന്റെ വാക്കുകൾ പോലും എന്നെ കൊതിപ്പിക്കുകയും കുളിർ അണിയിക്കുകയും ചെയ്തിരിക്കുന്നു. നീ ആകുന്ന ആഴിൽ എനിക്ക് മുങ്ങി താഴണം. ആദു, അതൊക്കെ നാളെ അങ്ങ് കുലുമണാലി. ഇപ്പോൾ കിടന്നുറങ്ങ്. അങ്ങനെയാണോ? ആണ്. രുദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ ഒന്ന് മുത്തി അവളെ നെഞ്ചിൽ കയറ്റി കിടത്തി. പെണ്ണേ, പിന്നെ രാവിലെ എണീക്കണം. നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകണം. വൈകുന്നേരം 8 മണിക്കാണ് ഫ്ലൈറ്റ്. ശരി കള്ളൻ കാളൻ. അവൾ അവനെ നോക്കി ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണുറുക്കി കാണിച്ചു. നീ ഉറങ്ങുന്നോ? അതോ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പീഡകനെ ഉണർത്തണോ? ഞാൻ 1 മണിക്കൂർ മുന്നേ ഉറങ്ങി. എന്നാൽ കൊള്ളാം. ആദ്യം മുകളിൽ നിന്ന് ഇറങ്ങി താഴെ ഗാർഡനിൽ വന്നു. അവൻ അവളെ ചുറ്റും നോക്കി, പക്ഷേ കണ്ടില്ല. അവൻ പൂൾ സൈഡിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടു. നിലാവിൻ്റെ ശോഭ വെട്ടിത്തിളങ്ങുന്ന മൂക്കുത്തിയും ഇട്ട് കാറ്റത്തു പറന്നു മുടിയും ഒതുക്കി വെച്ച് പൂളിൽ കാലിട്ട് ഇരിക്കുന്ന തൻ്റെ പെണ്ണിനെ. അവൻ്റെ കണ്ണ് ഒന്ന് തിളങ്ങി. അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുക്കിലേക്ക് നടന്നു. അവളുടെ അടുത്ത് എത്തിയപ്പോഴാണ് അവൻ കണ്ട് അവളുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീർ തുള്ളികളെ. അവൻ്റെ നെഞ്ച് വിങ്ങുന്നത് പോലെ തോന്നി. അത്രമേൽ ആയത്തിൽ അവൻ്റെ കുട്ടിപ്പിശാശ് അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ അടുക്കൽ ചെന്ന് അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് അണച്ചു. അതുവരെ അവൾ പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീർ അവൻ്റെ നെഞ്ചകം നനച്ചു. അവളൊന്ന് ഓക്കാവുന്നത് വരെ അവൻ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളുടെ ഏങ്ങലുകൾ കുറഞ്ഞു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. പറ പെണ്ണേ, എന്താ നിന്റെ സങ്കടം? നിഹ, അറിയില്ല ആദിയേട്ടാ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നു.
ഞാൻ എന്ത് പാവാ ചെയ്തിട്ടാ അവർ എന്നെ സ്നേഹിക്കാത്തെ? ഇന്ന് ദേവി അമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ കണ്ണ് നിറയുവാ ആദിയേട്ടാ. എനിക്ക് പറ്റുന്നില്ല ആദി. എന്തിനാ എൻ്റെ പെണ്ണ് കരയുന്നത്? നിനക്കു ഞാനില്ലേ? നിന്റെ അമ്മയായി, അച്ഛനായി, ചേട്ടനായി, സുഹൃത്തായി, പ്രണയിതാവായി, ഭർത്താവായി, ഈ നെഞ്ചിലെ അവസാന തുടിപ്പ് വരെ നിന്നെ നെഞ്ചോട് ചേർത്ത് ഞാൻ കാണും. പിന്നെ എന്തിനാ പെണ്ണെ ഈ സങ്കടം? നിന്റെ സങ്കടം കാണുമ്പോൾ എൻ്റെ നെഞ്ചാണ് പിടക്കുന്നത് പെണ്ണെ. നിന്റെ കണ്ണിൽ നിന്നും വീഴുന്ന ഓരോ നീർത്തുള്ളികളും എൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നത് ഓരോ ആണിയാണ് പെണ്ണെ. ഈ ആദികേശ് ജീവിച്ചിരിക്കുന്നതോളം നീ കരയരുത്. നിന്റെ എന്ത് സങ്കടം വന്നാലും വന്ന് ചെയ്യാൻ എൻ്റെ ഈ നെഞ്ച് ഫ്രീ ആണ് പെണ്ണെ. അവനൊന്ന് കണ്ണീർ കുതിർന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിഹ, ആദിയേട്ടാ സോറി. ഏട്ടനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ പുണ്യം. ഇപ്പോൾ ഈ ലോകത്ത് എൻ്റെ ഓരോ ശ്വാസവും നിനക്ക് വേണ്ടിയാണ് ആദിയേട്ടാ. ഐ ലവ് യു. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് ആ നിലാവിനെ നോക്കിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ രുദ്രൻ, ദേ പെണ്ണേ, നീ ഇറങ്ങുന്നോ? ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. അത് എങ്കിലും ഓർത്ത് ഒന്ന് വേഗം ഇറങ്ങ്. ദാ രുദ്രേട്ടാ, കഴിഞ്ഞു. നീ കുറേ നേരമായി 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറയുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആദു. ഓ ശരി സാർ, ഞാൻ ദാ ഇറങ്ങി. അവൻ അവളെ വാ പൊളിച്ചു നോക്കി നിന്നു. രുദ്രൻ, എന്നാ ലുക്ക് ആണ് പെണ്ണേ നിനക്ക്. ഒന്ന് പോയ കാല. രുദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ ഒന്ന് നുള്ളി കാർ എടുക്കാൻ പോയി. അവർ ആദ്യം പോയത് ടെക്സ്റ്റൈൽസിലാണ്. അവർ നേരെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വിട്ടു. കുറച്ച് നൈറ്റ് ഗൗൺസ്. ആദു അവനെ നോക്കി കണ്ണുരുട്ടി. എനിക്കറിയാം, പറയാം. അവൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അതോടെ നമ്മുടെ ചെക്കൻ. അപ്പോഴാണ് അവൻ ഒരു കോൾ വന്നത്. അവൾ ഓരോ ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളെ ആരോ തോണ്ടുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അവൾ തിരിഞ്ഞു നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവളിൽ സന്തോഷം നിറഞ്ഞു. അവളെ തോണ്ടിയവനെ ഫോണിൽ വിളിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കൈ ഒടിക്കുന്ന കാഴ്ച ആയിരുന്നു. ഹാ! അവരിൽ നിന്നും ഒരു കരച്ചിൽ പുറപ്പെട്ടു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. രുദ്രൻ അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചു. അവളും തിരികെ അവനെ നോക്കി കണ്ണുറുക്കി. ഡാ ആദി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇവിടെ ഒരുത്തൻ പരിപ്പിളക്കട്ടെ. ആദി, തോന്നി ഒരുത്തൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എല്ലെങ്കിലും ബാക്കി വെക്കണേ ഡാ. ആ ആലോചിക്കാം, നീ വെച്ചേ. ഓക്കെ ശരി രുദ്ര. ഓക്കെ, പിന്നെ വിളിക്കാം. ആ ഫയൽ ഒന്ന് സെറ്റാക്കണേ നീ. ആദി, ആത്മ ഭഗവാനെ, കൃഷ്ണ അവൻ്റെ വീട്ടുകാർ ബലിയിടാൻ അവൻ്റെ എല്ലെങ്കിലും ബാക്കി കൊടുക്കണേ. അവൻ ഒരു ദീർഘശ്വാസത്തോടെ ഫോൺ വെച്ചു. രുദ്രൻ ആ ഫോൺ ആദുവിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു. അവൾ അത് പിടിച്ചു. ചുറ്റും കൂടി നിന്നവരെല്ലാം ഇനി എന്ത് സംഭവിക്കുമെന്ന നിലയിൽ അവരെ നോക്കുന്നു. രുദ്രൻ അവൻ്റെ കയ്യിൽ ഒന്നുകൂടി ശക്തിയിൽ ഒടിച്ചു. അവൻ്റെ കരച്ചിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒട്ടാകെ കേട്ടു. രുദ്രൻ അവനെ പിന്നോട്ട് തള്ളിയിട്ടു. അവൻ എഴുന്നേൽക്കാൻ സാവകാശം കൊടുക്കാതെ തന്നെ അവൻ്റെ കാലിൽ ബുൾസ് കൊണ്ട് ചവിട്ടി അരച്ചു. അവൻ്റെ കരച്ചിൽ ആസ്വദിച്ചു കൊണ്ട് തന്നെ രുദ്രൻ്റെ വാച്ചൂരി അവളുടെ അടുത്തേക്ക് എറിഞ്ഞു. അവൾ അതും കാച്ചു പിടിച്ചു. രുദ്രൻ്റെ ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് തെരുതി കയറ്റിക്കൊണ്ട് അവൻ്റെ കോളറിൽ തൂക്കിയെടുത്ത് ഇരു കരത്തും മാറി മാറി അടിച്ചു. അവൻ്റെ ചുണ്ടിൽ നിന്നും വായിൽ നിന്നും ചോര ഒഴുകി. അവിടെ ഒരു വിസിലടി മുഴുകി. അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ ആദു ആയിരുന്നു. ആദു, കൊടുക്ക് രുദ്രൻ ഏട്ടാ. അവൻ ഇനി അവൻ്റെ ആ കൈ ഒന്നിനും ഉപയോഗിക്കരുത് അവൻ. രുദ്രൻ, എൻ്റെ പെണ്ണ് പറഞ്ഞാൽ ഞാൻ പിന്നെ കേൾക്കില്ലേ? മോൾക്ക് ഏത് കൈയാണ് ഒടിക്കേണ്ടത്? 2 കൈയും. രുദ്രൻ അവൻ്റെ 2 കൈയും തിരിച്ചൊടിച്ചു. ഹാ! അവൻ നിലവിളിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ. രുദ്രൻ അവിടെ ഇരുന്ന് കസേര വലിച്ചൂരി അവൻ്റെ 2 കാലും അടിച്ചു പൊട്ടിച്ചു. ഹാ! എന്നെ ഒന്നും ചെയ്യല്ലേ എസ് ആർ. ഞാൻ ഇനി ഒരു പെണ്ണുങ്ങളെയും നോക്കില്ല, ഉറപ്പ്. ഒന്ന് പറ പെങ്ങളെ. രുദ്രൻ, ഹാ കൊള്ളാലോ. ഇപ്പോൾ ഇവൾ നിനക്കു പെങ്ങളായോ? കുറച്ചു മുമ്പേ ഞാൻ അതല്ലല്ലോ കണ്ടത്. കാമം കൊണ്ട് നീ അവളെ ആ 2
പുയുത്ത കണ്ണുകൊണ്ട് നോക്കിയില്ലേ? എന്താടാ നിനക്ക് ഇപ്പോൾ വേദനിക്കുന്നുണ്ടോ? ഏയ്, നിന്റെ കയ്യിലെ ഞരമ്പിന് അസുഖം കൂടുതലാണ്. ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. അല്ലാതെ വഴിയിൽ കൂടെ പെണ്ണുപിള്ളാരുടെ മേലിൽ തീർക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ പൊന്നുമോൻ ഓർത്തോ, ഈ നാട്ടിൽ അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയുന്ന കുറച്ച് നല്ല ആണുങ്ങളുണ്ടെന്ന്. ഈ രുദ്രന്റെ പെണ്ണിന്റെ മേൽ കൈ വെച്ചാൽ ഒന്നും പിന്നെ എണീച്ച് നടന്നിട്ടില്ല. നിന്റെ ഈ 2 കാൽ കൂടി ഞാൻ ഇങ്ങ് എടുത്ത് എൻ്റെ പെണ്ണിന് സന്തോഷമാവാൻ വേണ്ടിയാ. ഹാപ്പിയായോ മൈ ഡിയർ പൊണ്ടാട്ടി? അത് ഉറക്കെ കൈ കൊട്ടിക്കൊണ്ട് അവൻ്റെ അടുക്കൽ വന്ന് അവനെ കവിളിൽ ഉമ്മ വെച്ചു. ചുറ്റും കൂടി നിന്നവർ എല്ലാവരും ഉറക്കെ കൈ അടിക്കുകയും വിസിൽ അടിക്കുകയും ചെയ്തു. അത് ഒരുപാട് ഹാപ്പിയായി. രുദ്രൻ അവളെ തോളോട് ചേർത്ത് പിടിച്ച് അവനെ നോക്കി പറഞ്ഞു, ഇനി മേലിൽ നീ എൻ്റെ പെണ്ണിൻ്റെ ഏരിയയിൽ കണ്ടുപോകരുത്. ഇവൾ ഈ രുദ്രൻ്റെ പെണ്ണാണ്. ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് നോക്കിയാൽ പോലും ഈ രുദ്രൻ സഹിക്കില്ല. പീത്തെറിയും ആ പുയുത്ത കണ്ണ്. എടുത്തോണ്ട് പോടാ ഇവനെ. അവൻ അലറി. കൂടെ ഉള്ളവന്മാർ എടുക്കാൻ വന്നതും അവൾ തടഞ്ഞു. 1 മിനിറ്റ് മൈ ഡിയർ കാലൻ കെട്ടിയോൻ. അവൻ മറുപടിയായി കണ്ണ് ഇറുകി കാണിച്ചു. അവൾ മുന്നോട്ട് നടന്നു. അവൻ്റെ കോളറിൽ പിടിച്ചു പൊക്കി കവിളിൽ വീണ്ടും ആഞ്ഞു ഒരെണ്ണം കൊടുത്തു. ആദു, ഇത് എന്തിനാണെന്ന് അറിയാവോ? ഇനി ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ നേർക്ക് കൈ പൊക്കുമ്പോൾ നീ ഇത് ഓർക്കണം. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ മുതലേ കൈ വളരുന്നോ കാൽ വളരുന്നോ? നിന്നെപ്പോലുള്ള കാമൻ ഭ്രാന്തന്മാർ പിച്ച് ചീന്തുന്ന പെൺപിള്ളാരെ പറ്റി നീ ഓർത്തിട്ടുണ്ടോ? ഇനിയും അതിനു വേണ്ടി നിന്റെ കൈ പൊക്കുമ്പോൾ ഓർക്കുക, നീയും ഒരു പെണ്ണിൻ്റെ വയറ്റിൽ നിന്ന് വന്നതാണെന്ന്. വെറുപ്പാണടാ നിന്നെപ്പോലെ ഉള്ളതിനെ. സോറി പെങ്ങളെ, അറിയാതെ പറ്റിയതാ. മിണ്ടരുത് വൃത്തികെട്ടവനെ. എടുത്തോണ്ട് പോടാ ഇവനെ. അവൾ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് രുദ്രനോട് പോകാമെന്ന് പറഞ്ഞു. അവൻ ആദു എന്ന സ്ത്രീയോട് അതിയായ ബഹുമാനം തോന്നി. അവൻ അവളെ ചേർത്ത് പിടിച്ച് അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് നടന്നു. അവൻ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ആദു, എന്താ രുദ്രേട്ടാ ഒരു കള്ളനോട്ടം? രുദ്രൻ, എന്തേ, എനിക്ക് എൻ്റെ പെണ്ണിനെ നോക്കിക്കൂടെ? ആദു, ശരി സാർ, ഞാനൊന്നും പറയുന്നില്ല. രുദ്രൻ, നീ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ നിന്റെ പെണ്ണിനെ നോക്കുന്നത് നിർത്തൂല. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ച്, ആദു മാറി നിൽക്ക് മനുഷ്യ, ഇത് നടു റോഡാണ്, അല്ലാതെ നമ്മുടെ വീടല്ല. രുദ്രൻ, നീ മനസ്സ് വെച്ച നടുറോഡും നമുക്ക് ഒരു ബാബാബ. അവൾ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ്റെ വാഴ പൊത്തി. അത് ചീ, വൃത്തികെട്ട മനുഷ്യർ. മര്യാദക്ക് നടക്കി ഇങ്ങോട്ട്. രുദ്രൻ, വോ മാഡം. ആദോ അവൻ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. അവർ ഒഴിഞ്ഞ ഒരു സീറ്റിലേക്ക് ഇരുന്നു. 4 ലൈം ജ്യൂസ്, അതുപോലെ ഒരു ചിക്കൻ ബർഗർ, 3 ബീഫ് കട്ട്ലേറ്റും. ഓക്കെ സാർ, ഇപ്പോൾ കൊണ്ടുവരാം. ആദു അവൻ ഓർഡർ ചെയ്തത് കേട്ട് അന്തം വിട്ടു. കാരണം അവർ 2 പേരേ ഉള്ളൂ. പക്ഷേ അവൻ 4 പേർക്കുള്ളത് ഓർഡർ പറഞ്ഞു. അവൾക്ക് ചോദിക്കണം എന്ന് ഉണ്ടെങ്കിലും പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് ചോദിച്ചില്ല. അവളുടെ കളി കണ്ടിട്ട് രുദ്രൻ ചിരി കടിച്ചു പിടിച്ചു ഇരിക്കുകയാണ്. അറിയാതെ എങ്ങാനും പാവം ചെക്കൻ ചിരിച്ചാൽ പണി പാളും. പെണ്ണ് അവനെ ശരിയാക്കും. ആദു ആത്മ, ഇങ്ങേര് തിന്ന് തിന്ന് അവസാനം എന്നെ പിടിച്ചു തിന്നുവോ? ആർക്കറിയാം ഭഗവതി. ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഇരിക്കാം, അതാ എനിക്ക് നല്ലത്. ചെക്കൻ അവളുടെ ചെവിയുടെ തുമ്പിൽ കടിച്ചു വലിച്ചപ്പോൾ ആണ് അവൾ പറഞ്ഞു പോയ ആത്മ ശബ്ദം കൂടി പോയെന്ന് മനസ്സിലായത്. അവൾ ഒന്ന് വിറച്ചുപോയി. അത് രുദ്രേട്ട അടങ്ങ്. രുദ്രൻ, ഞാനാണോ? നീ അല്ലേ പറഞ്ഞേ ഞാൻ നിന്നെ പിടിച്ച് തിന്നുവായെന്ന്? സോറി, ഞാൻ പറഞ്ഞിട്ട് ഉണ്ട് ഏക, നീ എൻ്റെ ആണ്, എൻ്റെ മാത്രം. യു ആർ സ്റ്റക്കിങ് മീ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നന്ദിക്കോ ക്ഷേമക്കോ സ്ഥാനമില്ല. പ്രണയം മാത്രം മതി. ഉള്ളിൽ ലവ്. പിന്നെ നീ പറഞ്ഞ ദൂരം അത് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. മരിക്കാൻ ആണേലും ജീവിക്കാനാണേലും പ്രണയിക്കാനാണേലും എന്നോട് ചേർന്ന് നീയും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. എന്നിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് നിനക്കില്ല. പ്രണയം എന്ന മായാജാലത്തിൽ നിന്നെ ഞാൻ തളച്ച് ഇട്ടിരിക്കും.
ഈ രുദ്രനാണ് പറയുന്നത്. അവസാനം പറഞ്ഞപ്പോഴത്തേനും അവൻ്റെ സ്വരം ഇടറിയിരിക്കുന്നു. അത് അവൾക്ക് മനസ്സിലായി. രുദ്രേട്ടാ, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. പറയല്ലടി. പറ്റില്ല. എന്നെ കൊണ്ട് സഹിക്കാൻ നിന്റെ ഒരു വാക്കുപോലും. എന്നിൽ നിന്നും ഒരു ദൂരം നീ ആഗ്രഹിക്കരുത്. ആദു അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയോണം അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ആദിയും നിഹയും വന്നത്. അവർ വേഗം അകന്നു മാറി. പക്ഷേ രുദ്രൻ്റെ ഒരു കൈ അവൻ്റെ പ്രാണൻ്റെ കയ്യിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. മുറുകെ ആർക്കും കൊടുക്കില്ല എന്ന വാശിയോടെ. ഞങ്ങൾ വന്നത് ഡിസ്റ്റർബായോ മക്കളെ? ഒന്ന് പോടാ. അപ്പോഴത്തേന്ന് ജ്യൂസ് എന്തിയെ സ്നാക്സ് ആയിട്ട് ആ പയ്യൻ വന്ന് സെർവ് ചെയ്തു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഫുഡ് കഴിക്കാനല്ലേ? അല്ലേലും എനിക്കറിയാം ആദിയേട്ടൻ മുത്താണ്. പൊടി തീറ്റപ്രാന്തി. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനും സമ്മതിക്കരുത്. ആദിയേട്ടാ പറ. ആ ഭ്രാന്തി കുത്തി കേട്ടട്ടെ അകത്തോട്ട്. നിഹ, നീ പൊടി മരമാക്രി നിന്റെ രുദ്രൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. ആദി നിഹയുടെ വായിൽ ബർഗർ കുത്തിക്കയറ്റി. വാ നീ പറയടാ. രുദ്രൻ ആദു, നിനക്ക് നിന്റെ കണ്ണേട്ടനെ കുറിച്ച് അറിയണ്ടേ? സ്റ്റോപ്പ് ദിസ് രുദ്രേട്ടാ. എനിക്ക് കേൾക്കണ്ട. നമുക്ക് പോവാം. ഞാൻ പറഞ്ഞത് അല്ലേ എനിക്കറിയണ്ടാന്ന്? പറ്റില്ല. നീ അറിഞ്ഞേ പറ്റൂ. നമ്മൾ ഒന്നാവുന്നതിന് മുമ്പ് നീ അറിഞ്ഞേ പറ്റൂ. അത് എൻ്റെ വാശിയാണ്. നീ കേട്ടേ പറ്റൂ. അതിന് ശേഷമേ നമ്മൾ പോകുന്നുള്ളൂ. ആദു പറഞ്ഞോ രുദ്രേട്ടാ, ഞാൻ കേൾക്കാം. രുദ്രൻ പറഞ്ഞു തുടങ്ങി.